ജാസ്മിൻ ഗബ്രി ആ വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പൊ അബി ഇപ്പൊ 22 ഡേയ്സ് ആ വീടിനകത്ത് നിന്നു വൈൽഡ് കാർഡിൽ വന്നിട്ട് എവിക്റ്റ് ആയി പോയി. ഒരുപാട് പ്രതീക്ഷ നമുക്ക് ആ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ വീടിനകത്ത് വന്നപ്പോൾ എൻ്റയർലി ഡിഫറെന്റ്. സോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പുറത്തുപോയി. ഓക്കെ, ഇപ്പൊ അബി ആരാണ് എന്നുള്ളത് മലയാളികൾ മൊത്തം അറിഞ്ഞു. അത് വലിയൊരു കാര്യം. സോ അപ്പൊ കുറെ ഇന്റർവ്യൂ ഇപ്പൊ ഈ എവിക്റ്റ് ആയി പോയവരെ വെച്ചിട്ട് കുറെ ഇന്റർവ്യൂസ് ഒക്കെ നടത്തും. അതിനകത്ത് ജാസ്മിൻ ഗബ്രി ഒരുപാട് ചാനലുകാർ കോമൺ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ജാസ്മിൻ ഗബ്രിയുടെ പ്രണയം എങ്ങനെയാണ്, അത് ആക്ച്വൽ സത്യമാണോ അതോ അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് അത് നാടകമാണ് എന്നുള്ളതാണ്. ഒരേ ആൻസറാണ് എല്ലായിടത്തും കൊടുക്കുന്നത് കാണുന്നത്. അത് നാടകമാണ്. വെളിയിൽ വൈൽഡ് കാർഡൊക്കെ വന്നതിന് ശേഷം വെളിയിൽ അവർക്ക് ഫുൾ നെഗറ്റീവാണ് എന്നുള്ളതെല്ലാം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ തന്നെയും അതിൽ പിടിച്ച് തൂങ്ങുക. വെളിയിൽ എന്ത് നെഗറ്റീവ് ഇനിയിപ്പോൾ പ്രേക്ഷകർ എന്ത് പറഞ്ഞാലും അത് വിഷയമില്ല. കാരണം ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇനിയുള്ള ദിവസം അങ്ങ് 50 ദിവസം കണ്ടന്റ് കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവില് കണ്ട കാര്യം, ലൈവ് വീഡിയോനെ കുറിച്ച് ഞാൻ ഇട്ടില്ല, പക്ഷെ നമ്മൾ ഫുൾ കണ്ടു, എപ്പിസോഡ് കണ്ടു. അതിൽ ജിൻഡോയുടെ ടീമിലാണ് ഡെൻ ടീമിലാണ് ഉള്ളത് ജാസ്മിൻ. അപ്പൊ ഡെൻ ടീമിലുള്ള 3 ഗേൾസും അൻസിബ, ശ്രീതു, ജാസ്മിൻ, ജിൻഡോ. പക്ഷെ ആ ഗെയിമില് നോക്കിയിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ 4 പേരും കൂടി ടീമായിട്ട് ഒരു കളി കളിക്കും. അതേസമയം തന്നെ ജാസ്മിൻ തനി ആരും അറിയാണ്ടുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു കളിയും കളിക്കുന്നത് കഴിഞ്ഞ വീക്കിലും നമ്മൾ കണ്ടതാണ്. ഈ വീക്കിലും അതേപോലെ തന്നെയാണ്. സോ അപ്പം വേറെ ടീമിലുണ്ടായിരുന്ന ഗബ്രിയുമായിട്ട് ആ ഒരു ഒരു ടാസ്ക് നടന്നല്ലോ, വെടിവെക്കുന്ന ആർമി പോലത്തെ പട്ടാള ഒരു ഡിങ്കിരി പട്ടാളം പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ടാസ്ക് ഒക്കെയാണല്ലോ കൊടുത്തത്. അപ്പോൾ ആ ടാസ്കിൽ ഒരു ബോംബെറിയലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടി അതൊക്കെ കഴിഞ്ഞിട്ട് ജാസ്മിൻ ഗബ്രി തമ്മിൽ ഭയങ്കര ഒരു തർക്കവും വഴക്കും ഒക്കെ അങ്ങനെ കണ്ടു. നമ്മൾ ലൈവിൽ കണ്ടപ്പോൾ ഇനി ഇവരില്ല, ഈ ബന്ധം പിരിഞ്ഞു എന്ന ലെവലിലാണ് നമ്മൾ കണ്ടത്. അപ്പോഴേ നമ്മളത് മനസ്സിലാക്കിയതാണ് ഫുൾ ഡ്രാമയാണ്. ഏത് ലെവലിൽ അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ അത് അവരുടെ കഴിവ്. അത് ഒരു പോയിന്റിൽ നമുക്കൊരു മറുവശം പറയണമെങ്കിൽ അത് അവരുടെ കഴിവായിട്ടും പറയാം. കാരണം അവരെന്ത് ചെയ്താലാണ് ക്യാമറ അവരെ ഫോക്കസ് ചെയ്യുന്നത്, ജനങ്ങൾ അവരെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. ബിഗ് ബോസിനെ സംബന്ധിച്ച് അതാണ് അവർ ലക്ഷ്യമിടുന്നത്. സോ അപ്പൊ അതുപോലെ ജാസ്മിൻ ഗബ്രി ഭയങ്കര ഫൈറ്റ്, ജാസ്മിൻ പിന്നാലെ പോകുന്നു, ഗബ്രിയെ സമാധാനപ്പെടുത്താൻ പോകുന്നു. ജാസ്മിനുമായിട്ട് അങ്ങനെ മാറി ഈ ഏഷ്യനെറ്റിന്റെ ചെറിയ ഈ ഷോർട്ട് വീഡിയോകളൊക്കെ കണ്ടാൽ ഇൻസ്റ്റയിലും FBയിലും യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ജാസ്മിൻ ഗബ്രി അടിച്ച് പിരിഞ്ഞു, അതുപോലത്തെ വീഡിയോസ് എല്ലാം വരുന്നു, ഒരുപാട് അത് വൈറലാവുന്നു, എല്ലാവരും കാണുന്നു. ശല്യം ഒഴിഞ്ഞുപോയി എന്ന വിധത്തിലുള്ള ഒരുപാട് കമന്റുകൾ, ഒരുപാട് പേര് ഇത് ഡ്രാമയാണ് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും പലവിധ അഭിപ്രായങ്ങളാണ്. അതുപോലത്തെ കമന്റ്സ് ഒക്കെയാണ് ഞാൻ കണ്ടത്. സോ അതുപോലത്തെ എന്നെ സംബന്ധിച്ച് അത് അവരുടെ ഡ്രാമയാണ് എന്നുള്ളത് നമുക്ക് നല്ല രീതിക്ക് അറിയാം. സോ അത് പ്രേക്ഷകരെ പറ്റിക്കുന്ന ഒരു ഡ്രാമ. സോ എന്തായാലും അവരുടെ കണ്ടന്റ് ഓക്കെ. അപ്പൊ അതുപോലെ കഴിയുന്നു. ജാസ്മിൻ ഗബ്രി ബാത്റൂമിന്റെ അവിടെ പോയിട്ട് പിണങ്ങിയിരിക്കുന്നു, സമാധാനപ്പെടുത്താൻ ജാസ്മിൻ പോകുന്നു, അവിടെയും വഴക്കാവുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോഴും ഒന്നും പോകുന്നില്ല. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. പിന്നീട് നമ്മൾ കണ്ടു ജാസ്മിൻ പോയി വാരി കൊടുക്കുന്നത് കണ്ടു. അപ്പൊ അത്രയേ ഉള്ളൂ പിണക്കം. അപ്പം ഈ കാണിക്കുന്നത് ഞങ്ങൾ 2 ടീമിലാണ് എന്ന് പറഞ്ഞ് അവർ ഈ അടിയുണ്ടാക്കുന്നതും അത് കഴിഞ്ഞ് പിന്നെ സ്നേഹമായിട്ട് കാണിക്കുന്നതും ഇതിൽ ഏതാണ് സത്യം എന്ന് ചോദിച്ചാൽ ഈ കാണിക്കുന്നതെല്ലാം തന്നെ അവർ വെളിയിൽ ജനങ്ങളെ കാണിക്കാനുള്ളതാണ്. ഇതിൽ ഏതും സത്യമാണ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുകയരുത്. ഞാൻ അങ്ങനെയാണ് കണക്കാക്കുന്നത് കേട്ടോ. ഞാൻ കാണുന്ന ഗെയിമിൽ ഇവർ ഏത് കാണിച്ചാലും അത് ഇവർ ജനങ്ങളെ പറ്റിക്കാനായിട്ടുള്ളതാണ് എന്നുള്ളത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇന്നലത്തെ ആ ഒരു പ്രശ്നമെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോ കിച്ചണിലിരുന്ന് ലൈവിൽ കണ്ട കാര്യമാണ്. കിച്ചണിലും അവരൊരു ടീമാണല്ലോ. കഴിഞ്ഞ ആഴ്ച ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്തവണ കിച്ചണിൽ മുഴുവൻ നിൽക്കുന്നത് ജാസ്മിൻ നല്ല പണിയും ചെയ്തിട്ടുണ്ട്. അൻസിബിയുടെ കൂടെ ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല ജിൻഡോ. കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പരാതി. ഇത്തവണ ജിൻഡോ ഹെൽപ്പ് ചെയ്യുന്നില്ല, ജിൻഡോ പലയിടത്തും പോയി നിൽക്കുന്നു, വിളിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പവർ ടീം ഒരാളെ അവർക്ക് കൊടുത്തു. ആരെ കൊടുത്തു? ഗബ്രി കൊടുത്തു.
പിന്നെ വേണോ പറയാൻ? രണ്ടുപേരും കൂടി ഒരു ചില സഹായത്തിന് അവിടെ കൊടുത്തപ്പോൾ സമയത്തിനും യഥാസമയത്തിനും ജിൻഡോയെ കിട്ടുന്നില്ല. കാരണം ജിൻഡോന്റെ നോറയുടെ കൈ തമ്മിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ജിൻഡോ വരുന്ന ഭാഗത്തെല്ലാം നോറ വരണം, ആ ഒരു ഇതാണ്. അപ്പം പവർ ടീമാണ് ഇത് ചെയ്ത്. പിന്നെ ഹെൽപ്പിന് ഒരാളെ വിട്ടു, ഗബ്രിയെ വിട്ടു. അങ്ങനെ ഗബ്രി ജാസ്മിൻ്റെ കൂടെ എല്ലാം ചെയ്യാനും എല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം അറിയാലോ, ആ ലെവലിലൊക്കെയാണ് അവരുടെ കുക്കിംഗ് ഒക്കെ പോകുന്നത്. അപ്പോൾ അടുത്ത് ശ്രീതു ഉണ്ട്, സായി ഉണ്ട്. ഈ ടാസ്ക് നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അതുപോലത്തെ അടിയുണ്ടായിരുന്നാണ് ആ ടാസ്ക് കഴിഞ്ഞിട്ട്. ഇന്ന് ഈ കിച്ചണിൽ കാണുന്ന സമയത്ത് മറ്റു രണ്ടുപേരും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ മുൻപിലാണ് ഈ അടിയൊക്കെ നടന്നത്. ജാസ്മിനെ നോക്കുന്നു, തട്ടുന്നു, മുട്ടുന്നു, കയ്യിൽ കടിക്കുന്നു. എന്താ കഥ? അപ്പൊ ഇതും കാണിക്കാനാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊരു പക്ഷേ കിച്ചണിലെ വശം ആരും കാണില്ല, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം സോൾവായി എന്നുള്ളത് കാണിക്കാനാണോ, അതോ ഞങ്ങൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇണങ്ങും, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് കാണിക്കാനോ? സോ എന്തായാലും ഈ കണ്ടന്റ് ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ അത് കുനിഞ്ഞു നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കൈകൊണ്ടൊരു തട്ട് തട്ടിയിട്ട് കടിക്കണം. അപ്പൊ ജാസ്മിൻ്റെ ആ ചിരിയൊക്കെ കാണണം. കറക്റ്റായിട്ട് നമുക്കത് ക്യാമറ സൂം ചെയ്തും കാണിക്കുന്നത്. ബിഗ് ബോസിന് എന്താണ് ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ? മറ്റുള്ളവരെല്ലാം അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന കഥ പറയുന്നതിനേക്കാൾ നല്ലൊരു കണ്ടന്റ് അല്ലേ, നല്ലൊരു ഇതല്ലേ അവർക്ക് ഇട്ടുകൊടുക്കാനായിട്ട്. അതിൽ കയറി ജനങ്ങൾ പിടിച്ചോളൂല്ലോ. എന്താണ് ഇവർ കിച്ചണിൽ ഇങ്ങനെ കാണിക്കുന്നത്? കിച്ചണിൽ ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട രീതിയിലാണോ നിൽക്കുന്നത്? ഇവരുടെ ഈ ഇതുപോലത്തെ ഒരു പേക്കൂത്ത് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നിടത്തും കാണിക്കുന്നു. ജനങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ ജനങ്ങൾ ചർച്ച ചെയ്യണമല്ലോ. സോ അപ്പൊ അവിടെ മാത്രം ഓപ്പോസിറ്റ് സായി നിൽക്കുന്ന ശ്രീതു നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. സായി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രി. ജാസ്മിൻ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ നിന്ന് കൈകൊണ്ട് തട്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞ് കയ്യിൽ കടിക്കുന്നത്, ഇളക്കിക്കൊണ്ടിരിക്കുന്ന കയ്യിൽ ഇങ്ങനെ ആഞ്ഞ് കടിക്കുന്നുണ്ട്. ഒരു സ്നേഹപ്രകടനം, അവരുടെ അപ്പോഴത്തെ സ്നേഹം ഈ എന്താ പറയുക നെറുകയിലെത്തില്ല, മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ പ്രകടിപ്പിക്കുന്ന ആ ഒരു വികാരമുണ്ടല്ലോ സ്നേഹത്തോടെ, അത് അവിടെ കാണിക്കുമ്പോൾ ജാസ്മിൻ ഇങ്ങനെ തട്ടിക്കൊണ്ട് ചിരിച്ചു മാറുന്നുണ്ട്. സോ ക്യാമറ അവിടെ മാത്രം അങ്ങനെ നമുക്കത് സൂം ചെയ്തും കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു കണ്ടന്റ് അവരത് വെളിയിൽ വിടും. ഇതാണ് ജാസ്മിൻ ഗബ്രി. അപ്പോൾ ഇവർ ഈ അടിയായിട്ട് കാണിക്കുന്നതും അല്ലെങ്കിൽ വഴക്കിട്ട് മാറുന്നതും എന്ത് തന്നെ കാണിച്ചാലും മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ചിലപ്പോൾ വേറെ വല്ല വഴക്ക് നടക്കുന്നുണ്ടാവും. ഇന്നലെ അവർ അടി നടക്കുമ്പോൾ ക്യാമറ ഇപ്പം ഇവർ അടിച്ച് പിരിയും എന്ന് പറഞ്ഞിട്ട് അവരെ തന്നെ ഈ ബാത്റൂമിൻ്റെ ഏരിയയിലൊക്കെ കാണിക്കുമ്പോൾ പിറ്റേ ദിവസത്തെ ഗെയിമിനെ പറ്റിയുള്ള ഭയങ്കര തർക്കം, സ്ട്രാറ്റജിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ടണൽ റൂമല്ല, അവിടെ ഇരുന്ന് അവര് റൂമിലിരുന്ന് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ക്യാമറയുടെ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് ക്യാമറ നിൽക്കുമ്പോൾ സൗണ്ട് നമുക്ക് എവിടേക്കോ കേൾക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് പോലെ. പക്ഷെ സീൻസ് നമ്മൾ കാണുന്നില്ല. സോ അപ്പോഴും ഇവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ് വാഴത്തോട്ടത്തിലിരുന്ന് കുറേ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ജിൻഡോ ബാത്റൂമിൽ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നോറയെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ അങ്ങനെ കുറേ ബാഗിൽ കുറേ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ജാസ്മിൻ ഗബ്രിയും കൂടി ചേർന്ന് നിന്നപ്പോൾ പിന്നെ ഫുൾ ടൈം ക്യാമറ അവിടെയായി. അതിൽ തന്നെ ഇവരിനിപ്പോൾ ക്യാമറ നോക്കുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണോ എന്നറിയില്ല, ആളുകളെ നിൽക്കുന്ന മുൻപിൽ തന്നെ ഒരു കടിയും കടിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ആയില്ലേ. അപ്പം ഇതാണ് അഭിഷേക് പറഞ്ഞത്. അഭിഷേക് പറഞ്ഞതിന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ ഇതാണ്, വെളിയിൽ അവർക്ക് നെഗറ്റീവാണ് എന്നുള്ളത് അറിയാം, എങ്കിൽ പിന്നെ നനഞ്ഞു പോയി, ഇനിയിപ്പോൾ കുളിച്ചിട്ട് കയറിയ പോലെ. അപ്പോൾ ഈ ഒരു ലെവലാണ് ജാസ്മിൻ ഗബ്രി ആ വീട്ടിൽ അവരുടെ ഗെയിം കൊണ്ടുപോകുന്നത്. സോ അതൊരു പക്ഷേ അവരെ ഇഷ്ടപ്പെടുന്നവർക്ക് അതവരുടെ കഴിവല്ലേ, ഏത് രീതിയിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്യേണ്ടെന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നവരുണ്ടാകും. പക്ഷെ പൊതുവായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്, അവരാണ് ഇത് വിലയിരുത്തുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് ചിലതെല്ലാം കാണാൻ താല്പര്യമില്ല, എന്താ നിങ്ങൾ ഇങ്ങനെ എന്നുള്ളതെല്ലാം ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട്. സോ അപ്പൊ ഇതുപോലെയുള്ളതൊക്കെ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യമുള്ളതാണോ എന്നതിനെ കുറിച്ച് നിങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.